ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഫെബ്രുവരി 27-ാം തീയതിയാണ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഇന്നലത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ കറണ്ട് അഫയേഴ്സ് ഒരു ഇമ്പോർട്ടൻറ്റ് റോളാണ് പ്ലേ ചെയ്യുന്നത്. ആ കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കുകയും വേണം, അത് റിവൈസ് ചെയ്ത് പോവുകയും വേണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് കറണ്ട് അഫയേഴ്സ് സെക്ഷനിലും മറ്റുള്ള സെക്ഷനിലൊക്കെ ഉള്ള പോലെ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് എൻ്റെ ക്ലാസ്സസ് വാച്ച് ചെയ്യുകയും അതിൽ തരുന്ന നോട്ട്സ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് റിവൈസ് ചെയ്ത് പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നല്ല മാർക്ക് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് 90 to 95% മാർക്സ് ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ന്യൂസ്: ഇന്ത്യൻ സ്ക്വാഷ് പ്ലെയർ അഭയ് സിംഗ് വിൻസ് ഗുഡ് ഫെലോ ക്ലാസിക് സ്ക്വാഷ് ഇൻ ടൊറോണ്ടോ. അപ്പോൾ ടൊറോണ്ടോയിൽ വെച്ച് നടക്കുന്ന, കാനഡയിലെ ടൊറോണ്ടോ, ക്യാപിറ്റലായ ടൊറോണ്ടോയിൽ വെച്ച് നടക്കുന്ന, ക്യാപിറ്റലല്ല, കാനഡയിലത്തെ ടൊറോണ്ടോയിൽ വെച്ച് നടക്കുന്ന എന്താ പറയുക, ക്ലാസിക് PSA ചാലഞ്ചർ ടൂർ ടൈറ്റിലിൽ ജയിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഗുഡ് ഫെലോ ക്ലാസിക് PSA ചാലഞ്ചർ ടൂർ ടൈറ്റിൽ ജയിച്ചിരിക്കുകയാണ് ഇന്ത്യൻ സ്ക്വാഷ് പ്ലെയറായ അഭയ് സിംഗ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. അപ്പോൾ ആരെയാണ് തോൽപ്പിച്ചത് ഫൈനലിൽ? ഈ ഡിഫീറ്റഡ് എലിയോട്ട് മോറിസിനെ തോൽപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു ടൈറ്റിൽ ജയിച്ചത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഗവൺമെൻറ് ഫെസിലിറ്റേറ്റ്സ് മ്യൂച്വലി അഗ്രീഡ് പ്രൈസ് ഓഫ് PDM അറ്റ് 4,263 പെർ ടൺ ഫോർ സെയിൽ ബൈ ഷുഗർ മിൽസ് ടു ഫെർട്ടിലൈസർ കമ്പനീസ്. അപ്പോൾ ഗവൺമെൻറ്, നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ച് നോക്കാം. The central government has facilitated a mutually agreed price of potassium derived from molasses at 4,263 per ton for sale by sugar mills to fertilizer companies for the current year. In addition, PDM, അതായത് potassium derived from molasses, manufacturers can also claim subsidies at 345 rupees per ton at present rates under the nutrients based subsidy scheme. അപ്പോൾ ഗവൺമെൻറ് ഫെസിലിറ്റേറ്റ് ചെയ്തിരിക്കുകയാണ് മ്യൂച്വലി അഗ്രീഡ് പ്രൈസ് ഓഫ് പൊട്ടാഷ്യം ഡിറൈവ്ഡ് ഫ്രം മൊളാസസ് അറ്റ് 4,263 രൂപ പെർ ടൺ ഫോർ സെയിൽ ബൈ ഷുഗർ മിൽസ് ടു ഫെർട്ടിലൈസർ കമ്പനീസ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്, നിങ്ങൾക്കിത് വായിക്കുകയും ചെയ്യാം. പിന്നെ ഇൻ അഡീഷൻ ഇത് കൂടാതെ PDM മാനുഫാക്ചറേഴ്സ്, അതായത് പൊട്ടാഷ്യം ഡിറൈവ്ഡ് ഫ്രം മൊളാസസ് മാനുഫാക്ചറേഴ്സ് ക്യാൻ ഓൾസോ ക്ലെയിം സബ്സിഡി, 345 രൂപ പെർ ടൺ സബ്സിഡിയും ക്ലെയിം ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അറ്റ് പ്രസൻറ്റ് റേറ്റ്സ് അണ്ടർ ന്യൂട്രിയൻസ് ബേസ്ഡ് സബ്സിഡി സ്കീം. ന്യൂട്രിയൻസ് ബേസ്ഡ് സബ്സിഡി സ്കീമിൻ്റെ അണ്ടറിൽ ഇതിന്ന് ബെനിഫിറ്റ്സ് ക്ലെയിം ചെയ്യാനും സാധിക്കും. അതായത് സബ്സിഡി ഓഫ് 345 രൂപ പെർ ടണ്ണ് ക്ലെയിം ചെയ്യാനും സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പറയുന്നത് കറൻ്റ്ലി പൊട്ടാഷ് ആസ് എ ഫെർട്ടിലൈസർ ഇസ് ടോട്ടലി ഇമ്പോർട്ടഡ്. അപ്പോൾ പൊട്ടാഷ് എന്ന് പറയുന്ന ഫെർട്ടിലൈസർ ആസ് എ ഫെർട്ടിലൈസർ ഇസ് ടോട്ടലി ഇമ്പോർട്ട് ചെയ്യുന്നൊരു ഇതാണ്, ഫെർട്ടിലൈസറാണ്. പ്രൊഡക്ഷൻ ഓഫ് പൊട്ടാസ്യം derived from molasses will reduce import dependency and will make India Atmanirbhar in its production. അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ട്, അതായത് ഈ പൊട്ടാഷ്യം ഡിറൈവ്ഡ് ഫ്രം മൊളാസസ് കാരണം കൊണ്ട് നമുക്ക് പൊട്ടാഷ് ഇനി ഫെർട്ടിലൈസറായിട്ട് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരില്ല. ഇത് സെൽഫ് ഡിപ്പെൻഡൻറ്റ്, അതായത് ആത്മനിർഭർ ഭാരത് എന്നുള്ള കോൺസെപ്റ്റിനെയും കൂടി ഒന്നും കൂടി ശക്തമാക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പ്രസൻ്റ്ലി അബൌട്ട് 5 lakh tons of potash ash generated from ethanol distilleries is being sold domestically, whereas the potential to produce this ash could reach up to 10 to 12 lakh tons. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ, നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്ത്യ ടു ബി ദ third largest economy by 2027 predicts global investment advisory firm Jefferies. അപ്പോൾ ജെഫറീസ് എന്ന് പറയുന്ന ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറി ഫേം പ്രഡിക്റ്റ് ചെയ്തിരിക്കുകയാണ് ഇന്ത്യ തേർഡ് ലാർജസ്റ്റ് എക്കണോമിയായി മാറും 2027 ആകുമ്പോഴേക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. Global investment advisory firm Jefferies has projected an optimistic outlook for the Indian economy and its equity markets. In its latest note, the New York headquartered firm said that in the last 10 years, India has seen fundamental structural reforms which have created the framework for the country to realize its full potential. It said that over the next 4 years.
സോറി, അത് കംപ്ലീറ്റ് ആയിട്ടില്ല, ഇവിടെയാണ്. ഇറ്റ് സെഡ് ദാറ്റ് ഓവർ ദ നെക്സ്റ്റ് 4 years ഇന്ത്യാസ് GDP വിൽ ലൈക്ലി ടച്ച് $5 trillion. അപ്പോൾ ഇന്ത്യയുടെ എക്കണോമി $5 trillion ആവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ടച്ച് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻ ദ തേർഡ് ലാർജസ്റ്റ് എക്കണോമി ബൈ മേക്കിംഗ് ഇറ്റ് ദ തേർഡ് ലാർജസ്റ്റ് എക്കണോമി ബൈ 2027. അപ്പോൾ ജപ്പാനും ജർമ്മനിയൊക്കെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് തേർഡ് ലാർജസ്റ്റ് എക്കണോമി ആയി മാറും എന്ന് തന്നെയാണ് ജെഫ്രീസ് പ്രഡിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. നെക്സ്റ്റ് ന്യൂസ്, കൺട്രീസ് ലോങ്ങസ്റ്റ് കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജ് സുദർശൻ സേതു ഇനോഗ്രേറ്റഡ് ബൈ പ്രൈം മിനിസ്റ്റർ മോദി ഇൻ ഗുജറാത്ത്. അപ്പം നമ്മുടെ രാജ്യത്തെ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും നീളം കൂടിയിട്ടുള്ള കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജ് സുദർശൻ സേതു എന്നാണ് അതിൻ്റെ പേര്. അത് ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. ഗുജറാത്തിലാണ് അതുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജിൻ്റെ നീളം എന്ന് പറയുന്നത് 2.32 കിലോമീറ്റർ ആണ്. സുദർശൻ സേതു എന്നാണ് അതിൻ്റെ പേര്. പിന്നെ ഓൺ അറേബ്യൻ സീ കണക്റ്റിംഗ് ബെയ്റ്റ് ദ്വാരക ഐലൻഡ് ടു മെയിൻലാൻഡ് ഓഖ ഇൻ ഗുജറാത്ത് ദേവ്ഭൂമി ദ്വാരക ഡിസ്ട്രിക്ട്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ്, ഉണ്ടാക്കാൻ വന്നിട്ടുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് 979 കോടി രൂപയാണ്. ഒരു ഒഫീഷ്യൽ റിലീസിലാണ് ഇത് അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ദ ബ്രിഡ്ജ് വിച്ച് വാസ് നോൺ ആസ് സിഗ്നേച്ചർ ബ്രിഡ്ജ് ഹാസ് ബീൻ റീനെയിംഡ് ആസ് സുദർശൻ സേതു ഓർ സുദർശൻ ബ്രിഡ്ജ്. അപ്പോൾ ഇതിൻ്റെ പേര് ആദ്യം കൊടുത്തിരുന്നത് സിഗ്നേച്ചർ ബ്രിഡ്ജ് എന്നായിരുന്നു. അതിനെ റീനെയിം ചെയ്തിട്ട് സുദർശൻ സേതു അല്ലെങ്കിൽ സുദർശൻ ബ്രിഡ്ജ് എന്നാക്കി മാറ്റി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. പ്രൈം മിനിസ്റ്റർ ഇനോഗ്രേറ്റ്സ് 5 ന്യൂ എയിംസ്. സോ എയിംസ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. 5 പുതിയ എയിംസ് ആണ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ചു നോക്കാം. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇനോഗ്രേറ്റഡ് ആൻഡ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഗുജറാത്ത് രാജ്കോട്ട് ഡ്യൂറിംഗ് ഹിസ് 2-day വിസിറ്റ് ടു ദ സ്റ്റേറ്റ്. ഗുജറാത്ത് രാജ്കോട്ടിൽ. ദ മിനിസ്റ്റർ വിൽ ഓൾസോ വിർച്വലി ഇനോഗ്രേറ്റ് 4 more എയിംസ് ഇൻ പഞ്ചാബ്സ് ബത്തിന്ദ ഉത്തർപ്രദേശ്. അപ്പോൾ ഈ ഗുജറാത്തിലെ രാജ്കോട്ടിൽ ഒന്നുണ്ട്, ഒരു എയിംസ് ഇനോഗ്രേറ്റ് ചെയ്തു. ഇനി പ്രൈം മിനിസ്റ്റർ വിർച്വലായിട്ട് ഇനോഗ്രേറ്റ് ചെയ്യും, അതായത് ഓൺലൈൻ വഴി ഇനോഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത് 4 എയിംസ് ആണ്. അത് പഞ്ചാബിലത്തെ ബത്തിന്ദയിലൊന്ന്, പിന്നെ ഉത്തർപ്രദേശിലത്തെ റായ്ബറേലിയിലൊന്ന്, പിന്നെ വെസ്റ്റ് ബംഗാളിൻ്റെ കല്യാണിയിലും, പിന്നെ ആന്ധ്രാപ്രദേശിൻ്റെ മംഗൾഗിരിയിലും ഓരോന്ന്. അങ്ങനെ ഓരോ എയിംസ് ഓരോ സ്റ്റേറ്റിലും ഇനോഗ്രേറ്റ് ചെയ്യും പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. വിർച്വലായിട്ടാണ് ബാക്കി 4 ഇനോഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. SCCI അൺവെയിൽസ് ഇന്ത്യാസ് ലാർജസ്റ്റ് സോളാർ ബാറ്ററി പ്രൊജക്ട് പയനിയറിംഗ് റിന്യൂവബിൾ എനർജി ഇന്നോവേഷൻ ഇൻ ഛത്തീസ്ഗഡ്. അപ്പോൾ SCCI എന്ന് വെച്ച് കഴിഞ്ഞാൽ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. അപ്പോൾ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഇന്ത്യയുടെ ലാർജസ്റ്റ് സോളാർ ബാറ്ററി പ്രൊജക്റ്റ് അൺവീൽ ചെയ്തിരിക്കുകയാണ്. പയനിയറിംഗ് റിന്യൂവബിൾ എനർജി ഇന്നോവേഷൻ ഇൻ ഛത്തീസ്ഗഡ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇത് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ലേറ്റസ്റ്റ് NSSO കൺസ്യൂമർ സർവേ ഇൻഡിക്കേറ്റ്സ് പോവർട്ടി ഡൗൺ ടു 5%. നീതി ആയോഗ് CEO. അപ്പോൾ ലേറ്റസ്റ്റ് NSSO കൺസ്യൂമർ സർവേ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് പോവർട്ടി ഡൗൺ ടു 5% ആവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നീതി ആയോഗ് CEO ആണിത് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് വായിക്കാം. നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ റിലീസ്ഡ് ഡാറ്റ ഓൺ ഹൗസ് ഹോൾഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഫോർ ദ ഇയർ 2022-23 വിച്ച് ഷോസ് പെർ ക്യാപിറ്റ monthly household expenditure more than doubled in 2022-23 as compared to 2011-12. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. പിന്നെ നിങ്ങൾക്കിത് ബാക്കി വായിച്ച് നോക്കാം. അപ്പോൾ ലേറ്റസ്റ്റ് NSSO അതായത് നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് കൺസ്യൂമർ സർവേ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് പോവർട്ടി 5% ആയി ചുരുങ്ങുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നീതി ആയോഗ് CEO ആണിത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ച് നോക്കാം. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യ ജപ്പാൻ ജോയിൻറ്റ് എക്സസൈസ് ധർമ്മ ഗാർഡിയൻ കമൻസസ് ഇൻ രാജസ്ഥാൻ. അപ്പോൾ ഇന്ത്യയുടെയും ജപ്പാൻ്റെയും ജോയിൻറ്റ് എക്സസൈസ്, അതിൻ്റെ പേരാണ് ധർമ്മ ഗാർഡിയൻ. അത് രാജസ്ഥാനിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. ദ 5th എഡിഷൻ ഓഫ്, അപ്പോൾ 5ാമത്തെ എഡിഷൻ ഓഫ് എ ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ജപ്പാനാണ് ധർമ്മ ഗാർഡിയൻ. അത് ആൻഡ് ദ ജപ്പാൻ ഗ്രൗണ്ട് സെൽഫ് ഡിഫെൻസ് ഫോഴ്സ് കമൻസ്ഡ് അറ്റ് മഹാജൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചസ് ഇൻ രാജസ്ഥാനിൽ വെച്ചിട്ടാണ് കമൻസ് ചെയ്തത്.
പിന്നെ ദ എക്സസൈസ് ഇസ് ഷെഡ്യൂൾഡ് ടു ബി കണ്ടക്റ്റഡ് ഫ്രം, സോ അത് സ്റ്റാർട്ട് ചെയ്തു February 25 തൊട്ടിട്ട് March 9 വരെ ആയിരിക്കും അത് ഉണ്ടായിരിക്കുക. എക്സസൈസ് ധർമ്മ ഗാർഡിയൻ ഈസ് ആൻ ആനുവൽ എക്സസൈസ് കണ്ടക്റ്റഡ് ഓൾട്ടർനേറ്റീവ്ലി ഇൻ ഇന്ത്യ ആൻഡ് ജപ്പാൻ. അപ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ട് ഇന്ത്യയിലും ജപ്പാനിലും കണ്ടക്ട് ചെയ്ത് വരുന്ന ഒരു ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസ് ആണ് ഈ ഒരു ധർമ്മ ഗാർഡിയൻ എന്ന് പറയുന്ന എക്സസൈസ്. ഇപ്രാവശ്യം നടക്കുന്നത് രാജസ്ഥാനിലാണ്. March 9 വരെ ആയിരിക്കും. February 25 സ്റ്റാർട്ട് ചെയ്തു, March 9 വരെ അത് ലാസ്റ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ച് നോക്കാം. നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. UAE റിമൂവ്ഡ് ഫ്രം മണി ലോണ്ടറിംഗ് ഗ്രേ ലിസ്റ്റ്. അപ്പോൾ UAE മണി ലോണ്ടറിംഗ് ഗ്രേ ലിസ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൻ്റെ മണി ലോണ്ടറിംഗ് ഗ്രേ ലിസ്റ്റിൽ നിന്നും പുറത്ത് വന്നിരിക്കുകയാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് UAE. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് വായിക്കാം. UAE വാസ് റിമൂവ്ഡ് ഫ്രം പാരീസ് ബേസ്ഡ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഗ്രേ ലിസ്റ്റ്, എ ലിസ്റ്റ് ഓൾസോ നോൺ ആസ് ജൂറിസ്ഡിക്ഷൻ അണ്ടർ ഇൻക്രീസ്ഡ് മോണിറ്ററിംഗ് ലിസ്റ്റ് വിച്ച് ഇൻക്ലൂഡ്സ് കൺട്രി ദാറ്റ് ആർ ആക്റ്റീവ്ലി വർക്കിംഗ് വിത്ത് ദ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ടു അഡ്രസ് സ്ട്രാറ്റജിക് ഡെഫിഷ്യൻസീസ് ഇൻ ദെയർ regimes to counter money laundering, terrorist financing and proliferation financing. അപ്പോൾ ഇതിലൊക്കെ മണി ലോണ്ടറിങ്, ടെററിസ്റ്റ് ഫിനാൻസിങ് ആൻഡ് പ്രോളിഫറേഷൻ ഫിനാൻസിങ്ങിലൊക്കെ വന്ന കാരണം കൊണ്ടാണ് ഗ്രേ ലിസ്റ്റിൽ പെട്ടത് UAE. അപ്പോൾ അതിൽ നിന്നും ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ്. അതിന് റിമൂവ് ചെയ്തിരിക്കുകയാണ്. മണി ലോണ്ടറിങ് ഗ്രേ ലിസ്റ്റ് എന്ന് റിമൂവ് ആയിരിക്കുകയാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. പിന്നെ കെനിയ ആൻഡ് നമീബിയ ആർ നൗ ആഡഡ് ടു FATF ഗ്രേ ലിസ്റ്റ്. അപ്പോൾ ഗ്രേ ലിസ്റ്റിലേക്ക് ഇപ്പോൾ ആഡ് ആയിട്ടുള്ള 2 രാജ്യങ്ങൾ കെനിയയും നമീബിയയാണ്. കൺട്രീസ് റിമൂവ്ഡ് ഫ്രം ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഗ്രേ ലിസ്റ്റ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റിമൂവ് ആയിട്ടുള്ളത് UAE, ഗിബ്രാൾട്ടാർ, പിന്നെ ബാർബഡോസ് ആൻഡ് ഉഗാണ്ട, ഈ രാജ്യങ്ങളാണ് പുറത്ത് വന്നിരിക്കുന്നത്. പിന്നെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഇസ് ആൻ ഇന്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ ഫൗണ്ടഡ് ഇൻ 1989. അപ്പോൾ FATF അതായത് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് 1989 ഫോം ചെയ്തിട്ടുള്ളത്. ഒരു ഇന്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ്. ഓൺ ദ ഇനീഷ്യേറ്റീവ് ഓഫ് G7 ടു ഡെവലപ്പ് പോളിസീസ് ടു കോമ്പാറ്റ് മണി ലോണ്ടറിങ് ആൻഡ് ടു മെയിൻറ്റെയിൻ സർട്ടൺ ഇൻട്രസ്റ്റ്. അപ്പോൾ മണി ലോണ്ടറിങ് കോമ്പാറ്റ് ചെയ്യലാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൻ്റെ മെയിൻ എയിം. In 2001, its mandate was expanded to include terrorism financing. അപ്പോൾ 2001 അതിൻ്റെ മാൻഡേറ്റിൽ ടെററിസം ഫിനാൻസിങ്ങിനെതിരെയും കൂടി വർക്ക് ചെയ്യാൻ എയിം ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എക്സ്പാൻഡ് ആയി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്ത്യ ബോൺ എക്കണോമിസ്റ്റ് ഗീത ബാത്ര നെയിംഡ് ആസ് ഫസ്റ്റ് വുമൺ ഡയറക്ടർ ഓഫ് എ വേൾഡ് ബാങ്ക്സ് GEF ഗ്ലോബൽ എൻവയോൺമെൻറ്റ് ഫെസിലിറ്റി. അപ്പോൾ ഇന്ത്യ ബോൺ ആയിട്ടുള്ള എക്കണോമിസ്റ്റായ ഗീത ബാത്രയാണ് ഫസ്റ്റ് വുമൺ ഡയറക്ടർ ഓഫ് വേൾഡ് ബാങ്ക്സിൻ്റെ ഗ്ലോബൽ എൻവയോൺമെൻറ്റ് ഫെസിലിറ്റിയുടെ ഫസ്റ്റ് വുമൺ ഡയറക്ടർ ആയിരിക്കുകയാണ് ഗീത ബാത്ര. ഇന്ത്യൻ ഒറിജിനാണ്, ഇന്ത്യയിൽ ആണ് ജനിച്ചത്. ഇന്ത്യൻ ബോൺ എക്കണോമിസ്റ്റ് ആണ് ഗീത ബാത്ര. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഫിലിപ്പീൻസ് ബിക്കംസ് ഫസ്റ്റ് ഏഷ്യൻ കൺട്രി ടു റാറ്റിഫൈ ILO കൺവെൻഷൻ. അപ്പോൾ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ കൺവെൻഷൻ റാറ്റിഫൈ ചെയ്യുന്ന ഫസ്റ്റ് ഏഷ്യൻ കൺട്രി ആയിരിക്കുകയാണ് ഫിലിപ്പൈൻസ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. ഫിലിപ്പൈൻസ് ഹാസ് ബീൻ ദ ഫസ്റ്റ് ഏഷ്യൻ കൺട്രി ടു റാറ്റിഫൈ എ കൺവെൻഷൻ ടു എൻഡ് വർക്ക് പ്ലേസ് വയലൻസ് ആൻഡ് ഹറാസ്മെൻറ്റ്. The International Labour Organization said and has deposited the instrument of ratification of the Violence and Harassment Convention 2019, number 190. Philippines becomes the 38th country in the world and the first Asian country to ratify convention number 190. അപ്പോൾ കൺവെൻഷൻ നമ്പർ 190 റാറ്റിഫൈ ചെയ്യുന്ന ഫസ്റ്റ് ഏഷ്യൻ കൺട്രി ആയിരിക്കുകയാണ് ഫിലിപ്പൈൻസ്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമുക്ക് നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവ്രി വൺ.